ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും UDF നേതാക്കന്മാരായ പണക്കടി തങ്ങളും ഈ പറയുന്ന പിണറായി സാഹിബ് കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പ്, അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ്, CP ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതും മുഴുവൻ ആളുകൾ അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണ. അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ 10 ദിവസമോ ഞാൻ 100 ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് മിനിമം. കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയത്. കാരണം ഏതൊക്കെ കേസുകളുണ്ടോ നാട് മുഴുവൻ FIRകൾ അതിന്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയും നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ
ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത്, പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങി അന്നുകൾ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്, ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം. അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുന്നു. സർക്കാർ ഒരു തിരിച്ചടിയായിട്ട് കരുതുന്നുണ്ടോ? സർക്കാരിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിന് തിരിച്ചടി മാത്രമേ ഉള്ളൂ, അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത്? സർക്കാർ ഞാൻ പറഞ്ഞു സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായിയുടെ ആവശ്യം ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് തമാശയായി തോന്നും. CPM അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ RSS നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് തൊട്ടിട്ട് എന്തിനാ ഈ ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേട്ടയാടുന്നത്? കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് പിണറായി പറയുന്നത്. എന്തിനേറെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തു നിന്ന് അകത്തി. LDFനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും പകർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നുള്ളത് ഏതാണ്? പിന്നെ ഉണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നണിയെ ഇടതുപക്ഷത്തെ ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മറ്റും CPMനെ വിടാൻ പോവുകയാണ്. കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല. 1,30,00,000 ജനങ്ങൾ, 63 നിയമസഭാ മണ്ഡലം, 430 പഞ്ചായത്ത്, ഇതിനെയാണിത് ബാധിക്കാൻ പോകുന്നത്. അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല, കേരളത്തിന്റെ വന നിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത്. ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത്. ഇപ്പോ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വന നിയമ ഭേദഗതി ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയാ ഈ നീതി ഉണ്ടല്ലോ, അത് കിട്ടാൻ പോകുന്നില്ല. എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഫോറസ്റ്റുകാരാണ്, എന്റെ കാര്യം ഡിസ്കസ് ചെയ്യുക ഫോറസ്റ്റ് കോടതിയിലാണ്, എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിന്റെ ലോക്കപ്പിലാണ്. ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം. ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ, ഇല്ലെങ്കിലേ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ്, നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്കിറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം. ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം. ഈ അങ്ങയുടെ അറസ്റ്റിന് പിന്നാലെ UDF നേതാക്കളുടെ വലിയൊരു പിന്തുണ ഇക്കാര്യത്തിലുണ്ടായിരുന്നത്. പക്ഷേ അങ്ങുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ളൊരു പിന്തുണ UDF നേതാക്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ പിന്തുണ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശേഷം UDFിലേക്കുള്ള ഒരു പ്രവേശനമായിട്ടൊക്കെ അതിനെ കണക്കാക്കാം? അല്ല, അതിനെ പൂർണ്ണമായിട്ടും അതിനെ എന്താ പറയാ സ്നേഹപൂർവ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനെ അവരോട് നന്ദി അർപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പോകുമോ? അല്ല, അത് നമുക്ക് പറയാറായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് വ്യക്തമാക്കാം. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDFുമായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ. UDFുമായി ഏതെങ്കിലും തരത്തിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഒരു കേസ് മാത്രമാണ് ഇത് എന്നുള്ളതാണ് CPM നേതാക്കളുടെ എല്ലാം പ്രതികരണം വന്നിട്ടുള്ളത്. CPM നേതാക്കൾക്ക് അങ്ങനെയല്ല എടുക്കാൻ പറ്റുള്ളൂ. കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിന്റെ അകത്ത് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറെ തലകീഴായി നിർത്തി സ്പീക്കറുടെ മേശയും വാതിലും ജനലുമെല്ലാം തൂക്കി അടിച്ചെറിഞ്ഞിട്ട് അതിവിടെ കണ്ടതാണല്ലോ. ഇവിടെ എന്താ ഉണ്ടായത്? 4 പയ്യന്മാര് സ്വാഭാവികമായിട്ടുള്ള ഒരു വികാര പ്രകടനത്തിനപ്പുറം എന്താ ഉണ്ടായത്? ആകെ 2 കസാല, പ്ലാസ്റ്റിക് കസാല. ഒരു പ്ലാസ്റ്റിക് കസാലയുടെ വില 500 രൂപയാണ്, 2 എണ്ണത്തിന്റെ വില 1000ആണ്. പിന്നെ ഒരു ട്യൂബ് പൊട്ടി എന്താ പറയാ ഒരു ഫാന് കേടുമ്പോൾ 2000-2500 രൂപന്റെ നഷ്ടമാണ് ഉണ്ടായിരുന്നത്. അതാണ് 35,000 തന്നെ എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ CPM നടത്തിയ സമരങ്ങളും CPMനെ സംബന്ധിച്ച് CPM ഇപ്പം അത് പറയാം. കാരണം അവർ സമരം തന്നെ എന്താണെന്ന് മറന്നുപോയി. ഭരണത്തിന്റെ ശീതളച്ചായ മുന്നോട്ട് ഇങ്ങനെ ഒഴുകില്ലേ, കഴുകി ഒഴുകുകയാണ്.
അപ്പോൾ അവർക്ക് സമരമൊക്കെ എന്താ പറയുക അരോചകമായി തോന്നും. ഈ UDF കൂടുതൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുകയാണോ? എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? കേട്ടില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ സമരത്തിൽ ഈ വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ സമരത്തിലേക്കാണോ ഇനി കടക്കുന്നത്? നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കർഷക സംഘങ്ങളുണ്ട്, സ്വതന്ത്രമായ ഇഷ്ടംപോലെ കർഷക സംഘങ്ങളുണ്ട്. അവരും UDF ലീഡർഷിപ്പുമായി ആലോചിച്ച് എന്താ പറയുക ഒരു കൈകോർത്തിട്ടുള്ള പോരാട്ടത്തിനാണ്. ഇനി ഒറ്റാൾ പോരാട്ടമല്ല, കാരണം ഇനി കൂടിയുള്ള പോരാട്ടമാണ്. അത് എന്തുകൊണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കൂട്ടമായ പോരാട്ടത്തിനുള്ള ഏറ്റവും വലിയ എന്താ പറയുക എന്ത് തയ്യാറെടുപ്പാണോ വേണ്ടത് ആ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകും. കൂടുതൽ കരുത്തനായ ഒരു രാഷ്ട്രീയ നേതാവ് പുറത്തു വരുന്നു, അങ്ങനെ വേണം വിശ്വസിക്കാൻ. അല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങോട്ട് പോകുമ്പോഴും കരുത്തിന് കുറവില്ല, ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അനുയായിയായിട്ടുള്ള സുഗുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പസമയം മുമ്പ്. അങ്ങയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ സുഗു എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഗുവിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് നമ്മൾ ബേജാറായിട്ട് കാര്യമില്ല. കാരണം സുഗു അവിടുത്തെ LC സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ആ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ആ നിയോജകമണ്ഡല സമ്മന്നതനായ CPM നേതാവായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഇതിൽ തന്നെ വന്ന ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും. പലതരത്തിലുള്ള വിഷയങ്ങൾ അങ്ങയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എത്തേണ്ടി അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നോ UDF ഇത് മനസ്സിലാക്കാൻ? ഇല്ല, അങ്ങനെയൊന്നും അതിനെ വിലയിരുത്തേണ്ടതില്ല. ഓരോ ഘട്ടമാണ് പൊളിറ്റിക്സ് തന്നെ സാഹചര്യങ്ങളനുസരിച്ച്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇപ്പം ഇന്ന് പറയാൻ പറ്റില്ല, ഇന്ന് പറഞ്ഞത് നാളെ പറയാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞത് ഒരു ഇരുമ്പൊലൊക്കെയാണെന്ന് വിചാരിച്ച് നടക്കാൻ പറ്റുന്ന കാലമല്ല. ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാലൻസ് പൊളിറ്റിക്സ് നമ്മുടെ ലക്ഷ്യം. ആ